hail the king, the passion of our hearts. Virat Kohli, a myth, a work of art. അപ്രതീക്ഷിതമല്ല, ഇത് കാത്തിരുന്ന നിമിഷം. CBSE +2 പരീക്ഷാഫലം വന്നപ്പോൾ മനോജ് എന്ന വിദ്യാർത്ഥി 487 മാർക്കുകളോടെ 97.4% വിജയം നേടി. 2 വിഷയങ്ങൾക്ക് 100-ൽ 100, മറ്റു വിഷയങ്ങൾക്ക് 90-ന് മുകളിലാണ് മാർക്ക്. ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളുടെ പട്ടികയിൽ പൂർണ്ണമായും കാഴ്ചാപരിമിതി നേരിടുന്ന ഒരു വിദ്യാർത്ഥി ഇടം പിടിച്ചത് കിഴക്കമ്പലം സെന്റ് ആന്റണീസ് പബ്ലിക് സ്കൂളിനെ സംബന്ധിച്ച് അഭിമാനമാണ്. പക്ഷേ അത്ര കൗതുകമുള്ള കാര്യമല്ല. കാരണം ഈ സ്കൂളിലെ ഓരോ വിദ്യാർത്ഥിക്കും മനോജ് എന്ന വിദ്യാർത്ഥിയുടെ മികവിനെക്കുറിച്ച് പൂർണ്ണ ബോധ്യമുണ്ട്. മനോജ് വിദ്യാലയത്തിൻ്റെ ഒരു പുണ്യമാണ്. സാധാരണ കുട്ടികളെ പോലെയാണ് ക്ലാസ്സിലിരുന്ന് പഠിക്കുന്നത്. അവനും ബ്രെയിലിൽ ലിപി ഉപയോഗിക്കുന്നില്ല, വാക്കിംഗ് സ്റ്റിക്ക് ഉപയോഗിക്കുന്നില്ല. ഒരു ബ്ലൈൻഡ് ആയിട്ടുള്ള കുട്ടിക്ക് വേണ്ടെന്ന് ഒരു മറ്റുള്ള അന്ന് ഉപയോഗിക്കുന്നില്ല. ഞാൻ എൻ്റെ ഇതിൽ പറയാം, അവനൊരു ഡിസേബിൾഡ് അല്ല, അവൻ ഏബിൾഡ് സ്റ്റുഡൻറ്റ് തന്നെയാണ്. ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികൾക്ക് പരീക്ഷയിൽ ഇളവുകളുണ്ടാകും. സഹായത്തിനായി മറ്റൊരു വിദ്യാർത്ഥിയെ കൂടി നൽകും. എന്നാൽ അതൊന്നും ആവശ്യമില്ല. ലാപ്ടോപ്പ് ഉപയോഗിച്ച് എഴുതുന്ന പരീക്ഷയിൽ അധിക സമയം അനുവദിക്കുക എന്ന് മാത്രമായിരുന്നു മനോജിന്റെ ആവശ്യം. 12th എക്സാം എന്ന് പറഞ്ഞു. CBSE അനുവദിക്കുന്ന ചില ആനുകൂല്യങ്ങളുണ്ട്. ഒരു സ്ക്രൈബ് അല്ലെങ്കിൽ ഒരു റീഡർ, ഇത് രണ്ടുമായിരിക്കും മനോജ് ഓപ്റ്റ് ചെയ്തതെന്ന്. പക്ഷേ മനോജ് ഓപ്റ്റ് ചെയ്തത് ഇത് രണ്ടും അല്ലാത്ത ബാക്കിയെല്ലാമാണ്. ഗ്രൗണ്ട് ഫ്ലോറിൽ എക്സാം എഴുതാനും കൂടിയ സമയത്ത്, അതായത് എക്സാം എഴുതാനുള്ള ദൈർഘ്യം കൂടുതലാണ് ആൾ എടുത്തത്. കമ്പ്യൂട്ടറിൻ്റെ സഹായത്തോടെ അത് കമ്പ്യൂട്ടറിലേക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ഫീഡ് ചെയ്ത് കഴിഞ്ഞ് അതിൽ റീഡ് അലൗഡ് ഓപ്ഷനിൽ ഹെഡ്ഫോൺ വെച്ച് അത് കേട്ട് അതിനുള്ള ആൻസേഴ്സ് തനിയെ ടൈപ്പ് ചെയ്തിട്ടാണ് ആൾ എക്സാം എഴുതിയത്. ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നു എന്ന് ചോദിച്ചാൽ മനോജിന്റെ മറുപടി ഇങ്ങനെ: എൻ്റെ അബിലിറ്റിയിൽ എൻ്റെ ടീച്ചേഴ്സിനും എൻ്റെ ഫാമിലിക്കും കോൺഫിഡൻസ് ഇല്ലെങ്കിൽ എനിക്കത് ചെയ്യാൻ പറ്റുമായിരുന്നില്ല. അവരുള്ളത് കൊണ്ടാണ് എനിക്ക് അത് ആ ഒരു എബിലിറ്റി ഡെവലപ്പ് ചെയ്യാൻ കഴിഞ്ഞതും. സാങ്കേതിക വിദ്യയുടെ സഹായം പരമാവധി പ്രയോജനപ്പെടുത്തിയാണ് മനോജിന്റെ പഠനം. ഭാവിയിൽ IAS ആകണമെന്നതാണ് മനോജിന്റെ മോഹം. വിഷ്വലി ഇമ്പയർഡ് ആയിട്ടുള്ള ആൾക്കാർ മുമ്പ് IAS ആയിട്ടുണ്ടെന്ന് അറിഞ്ഞപ്പോൾ എനിക്കും ആകാൻ പറ്റും എന്ന് എനിക്ക് തോന്നുന്നു. പാലക്കാട് സ്വദേശികളായ മനോജിന്റെ മാതാപിതാക്കൾ മകന്റെ പഠനത്തിനായാണ് കൊച്ചിയിൽ താമസമാക്കിയത്. ദിവസേന മാതാപിതാക്കളുടെ കൈയും പിടിച്ചാണ് മനോജ് സ്കൂളിലെത്തുന്നത്. അപ്പോൾ ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആണ്. ഒരു കാര്യം നേടണം എന്ന് ഉദ്ദേശിച്ച് കഴിഞ്ഞു പറഞ്ഞാൽ അത് ആ രീതിയിൽ തന്നെ നേടിയെടുക്കാനുള്ള ഒരു പരിശ്രമം എപ്പോഴും എല്ലാ ടൈമിലും ഉണ്ടാവാറുണ്ട്. ഒരു IAS ഓഫീസർ ആകണം എന്നാണ് ആഗ്രഹം. പഠനത്തിന് പുറമെ ക്രിക്കറ്റ് പ്രേമി കൂടിയാണ് മനോജ്. സംഗീതം, വായന തുടങ്ങി മനോജിന്റെ ലോകം അതിവിശാലമാണ്. മനോജിന്റെ ഉള്ളിൽ ഒരു വലിയ ലോകമുണ്ട്. മനോജിന്റെ പ്രിയപ്പെട്ടവരും സ്വപ്നങ്ങളും വിജയങ്ങളും ഒക്കെയുള്ള ഒരു വലിയ ലോകം. മനോജിനെ അടുത്തറിയാവുന്നവർ പറയുന്നു, ശരിക്കും അവൻ അഭിമാനമാണെന്ന്. ക്യാമറമാൻ മനോജ് മാനശ്ശേരിക്കൊപ്പം സ്നേഹമോൾ നൈനാൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.